2K കിഡ്സിൻ്റെ തന്നെ ഇവിടുത്തെ വിഷയങ്ങൾ തീരുന്നില്ല. അപ്പോഴാണ് തന്തവൈ പഠിച്ചിരിക്കുന്നവർ തമ്മിലടി തുടങ്ങിയിരിക്കുന്നത്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ വേറൊരാളുടെ അന്നം മുട്ടിച്ചിരിക്കുകയാണ് ഇന്ന് കുറച്ച് ബസ് തൊഴിലാളികൾ, പ്രൈവറ്റ് ബസ് ജീവനക്കാർ, ഒരു ഡ്രൈവറും ക്ലീനർമാരും. വിഷയം നടന്നിരിക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ്, മലപ്പുറത്ത് തന്നെയാണ് നടന്നിട്ടുള്ളത്, കോഡൂരാണ് നടന്നിട്ടുള്ളത്. മലപ്പുറത്ത് ബസ് ജീവനക്കാർ മർദ്ദിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. ഇതാണ് വാർത്ത. രാവിലെ മുതൽ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ സംഗതി നടന്നത് എൻ്റെ നാടിനടുത്ത് തന്നെയുള്ള സ്ഥലത്ത് തന്നെയാണ് നടന്നിട്ടുള്ളത്. ആക്ച്വലി മലപ്പുറത്ത് 2 ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. പല സ്ഥലത്തും ഇത് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആയിട്ട് മാറി മാറി പോകുന്നുണ്ട് ഈ ഒരു വിഷയം. എല്ലാവരും കാണുന്നൊരു വിഷ്വൽ ഞാനിവിടെ വെച്ച ഈ ഒരു പെർട്ടിക്കുലർ വിഷ്വലായിരിക്കും. ഓട്ടോറിക്ഷയിൽ ഒരു ലേഡി ആയിട്ട് വരുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിനെ പ്രൈവറ്റ് ബസ് വിലങ്ങിട്ട് അതിനകത്തുനിന്ന് ഡ്രൈവറും ക്ലീനറും കൂടി ഇറങ്ങി, ഡ്രൈവറാണ് തോന്നുന്നു, നിലത്തേക്ക് തള്ളിയിട്ട് മർദ്ദിക്കുന്നുണ്ട് ആ ലേഡീൻ്റെ മുമ്പിൽ നിന്ന്. ആ ലേഡി ആ ഓട്ടോ ഡ്രൈവറിൻ്റെ ഭാര്യയാണ്. ഇതൊരു വിഷയം. ഇത് നടന്നത് പക്ഷേ താനാളല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്, മലപ്പുറത്ത് തന്നെ. ഓക്കെ, ഈ ഓട്ടോ ഡ്രൈവർ മരിച്ച സംഭവം ഉണ്ടായത് കോഡൂരിലാണ്. ഓക്കെ, ഇത് മലപ്പുറം ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് കോഡൂര് വെച്ചിട്ടാണ് ആൾ മരിച്ച ആ ഒരു അടി ഉണ്ടായത്. അതിൻ്റെ വിഷ്വൽ ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. അത് ഈ ബസ് ജീവനക്കാർ കയ്യിൽ ടൂൾസൊക്കെ എടുത്ത് വന്നിട്ടാണ് ആ വ്യക്തിയെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നത്. ആ വ്യക്തി അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി, പിന്നെ അവിടെ ചെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എല്ലാ പ്രൈവറ്റ് ബസ് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ എല്ലാ ബസ് ഡ്രൈവേഴ്സ്, ഇത് ഏതൊന്നുമില്ല, ബസ് ഡ്രൈവേഴ്സിനെ എല്ലാവരെയും കൂടി ഇങ്ങോട്ട് മൊത്തത്തിൽ പറയുകയല്ല കേട്ടോ. എന്നാലും ചിലർക്ക് ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ബാക്കിയുള്ളവരുടെ അന്നം മുട്ടിച്ചുകൊണ്ടുള്ള പോക്കാണ് അവർ പോണേന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ബോധവും ഇല്ലടേ. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ടൈമിൽ നമ്മൾ എത്രയോ വാർത്തകൾ കേട്ടിട്ടുണ്ട് ബസ്സിൻ്റെ മരണപ്പാച്ചിലിനെ കുറിച്ചിട്ട്. ഇതിപ്പോൾ വീണ്ടും തുടങ്ങുകയാണ്. ഇന്നിപ്പോൾ 2-3 കേസ്, ഇപ്പോൾ ഒരു 2-3 കേസ് ഞാൻ ബൈക്കാർ തട്ടി പോകണമൊക്കെ ഇപ്പം ഇങ്ങനെ ന്യൂസിൽ വന്നു തുടങ്ങി. ഇനിയൊരു 1-2 ദിവസം നിങ്ങൾ നോക്കിക്കോ, ഇത് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആവും. മീഡിയ ഇത് കുറച്ചും കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആവാൻ തുടങ്ങും. കുറേ അപകടങ്ങളുടെ ന്യൂസും കാര്യങ്ങളും കയറി വരും. ഇവരാരും നിർത്താനൊന്നും പോകുന്നില്ല. ഇവരെ ഇതേ പോക്കും ഇതേ ആളെ കൊല്ലാനുള്ള പരിപാടികളും ചെയ്തുകൊണ്ടേയിരിക്കും. റോഡിൽ ചോദിച്ചാൽ പറയും രണ്ടറ്റം കൂട്ടിമുട്ടിക്കണം. വേറെ ഒരാൾ ഇവർ കൺസിഡർ ചെയ്യില്ല. ഓട്ടോ ആണെങ്കിലും ബൈക്കാണെങ്കിലും കാറാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഒരു നോട്ടവും ഇല്ല. ഇവരെ വിചാരം ആ പൊക്കത്തിരുന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് താഴത്തിരിക്കുന്നതൊക്കെ അവരേക്കാൾ ചെറുതാണ്, അല്ലെങ്കിൽ അവരേക്കാൾ ഒന്നും അല്ലാത്ത ആളുകളാണ്. അവർ ഹോണടിച്ച് ലൈറ്റിട്ട് വരുമ്പോഴത്തേക്ക് ആംബുലൻസിന് വഴി മാറി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നാട്ടുകാർ ഈ ബസ്സിന് വഴി മാറി കൊടുക്കണം എന്നൊക്കെയുള്ളൊരു വിചാരത്തിൽ അവനെ ഇടിച്ച് കയറ്റിയാണ് പോകും. ചോദിച്ചു കഴിഞ്ഞാൽ പറയും ടൈമിങ്ങിൻ്റെ പ്രശ്നം, വേറെ എന്തെങ്കിലും ഇഷ്യൂ, ഇതൊക്കെ പറയും ചെയ്യും. ഇതിപ്പോൾ ഈ ഓട്ടോക്കാരായിട്ടുള്ള വിഷയം എന്തിനാ ഉണ്ടായെന്ന് പറയും, ആളെ കയറ്റിയത്. ആദ്യം ഞാൻ ഇവിടെ ആ അടി വൈഫിനെയും കൊണ്ട് ഓട്ടോയിൽ പോയ ആ ഓട്ടോ ഡ്രൈവറിൻ്റെ ഓട്ടോയ്ക്ക് വട്ടമിട്ട് പിടിച്ച് താനാലല്ലൂർ ഈ ബസ്സിൻ്റെ ഡ്രൈവർ ഇറങ്ങി വന്ന് ഓൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ശരീരത്തിൻ്റെ ഒരു പെരുക്ക്, അതങ്ങോട്ട് ഓട്ടോറിക്ഷക്കാരൻ്റെ മുകളിൽ തീർത്തതാണ്. ശരിക്കും എന്താ ഉണ്ടല്ലോ, നാട്ടുകാർ ആ ബസ്സിലിരുന്നവനെ വട്ടം കൂടി തലയ്ക്ക് ചൊട്ടിയവനെ പറഞ്ഞേക്കണവനെ. ഈ ഓട്ടോ ഡ്രൈവർ അയാളുടെ ഭാര്യേനെയാണ് സ്റ്റോപ്പിൽ നിന്ന് കയറ്റിപ്പോയത്. അത് ഫോട്ടോ വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവർ വേറെ ആളെ കയറ്റി പോകുന്നുണ്ട്. ഓട്ടോ ഡ്രൈവർ ആരെ കയറ്റിപ്പോയ അണക്കൊക്കെ എന്ത് പോയി? ഓട്ടോ ഡ്രൈവേഴ്സ് അവരുടെ ഓട്ടോയ്ക്ക് കൈ കാണിച്ച ആളുകൾ അവർ കയറ്റും. ഓട്ടോയിൽ ഇപ്പോൾ എന്താ 10-20 ആളെ കയറ്റി കൊണ്ടുപോകാൻ പറ്റുമോ? 2-3 ആളല്ലേ കയറ്റൂ. ബാക്കിയുള്ളവർ എൻ്റെ ബസ് കയറ്റി എനിക്ക് കൊണ്ടുപോയാൽ പോരെ. ആ ചിന്താഗതിയൊന്നുമില്ല. അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഇളകിത്തുള്ളി വന്നിട്ട് അയാളെ സ്വന്തം ഭാര്യേനെ കയറ്റി, എന്നിട്ട് ആ സ്വന്തം ഭാര്യേനെ കയറ്റുന്ന ഫോട്ടോ എടുത്ത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അയാളെ വെക്കട്ട് കയറിയിരിക്കുക. ഉളുപ്പില്ലാത്ത ഓരോ എരപ്പാളികൾ. എന്നോട് ഞാൻ പറഞ്ഞ് എന്റെ ഭാര്യനെ കേട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ? ഞാൻ എന്റെ ഭാര്യനായിട്ടല്ലേ പോണ്. അപ്പോൾ അവരുടെ ഒരു മറുപടി എന്തായിരുന്നു? അവരൊരു കണ്ടക്ടർ ഒരു മറുപടി ഇല്ല സാറേ. അവര് ഫോണ് കൈമ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞ ആ ഫോട്ടോ എടുത്താണ് ദയവായി ഡിലീറ്റ് ചെയ്തോളി. അത് ഞാൻ എന്റെ ഭാര്യന്റെ കൂടെ അല്ലേ പോണത്. അവർ ഫോട്ടോ എടുത്തത് എപ്പോഴാണ് യാസിൻ? ഞങ്ങള് എന്റെ ഭാര്യ ഓട്ടോറിക്ഷ കയറുമ്പോഴാണ് ഫോട്ടോ എടുത്തിങ്ങനെ. അവര് പറഞ്ഞ് പിന്നെ മറുപടി ഒന്നും തരണില്ല. അതായത് നിങ്ങൾ ആ ഓട്ടോയിൽ കയറുന്ന സമയത്ത് അവർ അവിടെ ബസ് നിർത്തി ഫോട്ടോ എടുത്തിട്ടാണ് പിന്നെ നിങ്ങൾ യാത്ര തുടരുന്നത്? അതെ. അപ്പോൾ നിങ്ങളെ ഫോളോ ചെയ്ത് വരികയായിരുന്നു പിന്നെ മർദ്ദിക്കാൻ?
ഞങ്ങൾ അതിന്റെ മുമ്പ് നമ്മൾ പാസ് ചെയ്ത് പോയിക്കണ് സാറേ, ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ പാസ് ചെയ്ത് പോയിക്കണ്. ശരി, ഇപ്പോൾ താങ്കളുടെ ഭാര്യ അല്ലെന്ന് തന്നെ വിചാരിക്കുക. ഇപ്പോൾ താങ്കളുടെ ഭാര്യ ആണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്, എന്നിട്ടും താങ്കളെ മർദ്ദിച്ചു. ഇപ്പോൾ ആരാണെങ്കിലും അതൊരു യാത്രക്കാരിയുടെ ഒരു സൗകര്യമല്ല, അവരുടെ ഒരു തീരുമാനമല്ല. ഇപ്പോൾ അവരുടെ ബസ്സിൽ തന്നെ കയറണമെന്ന് എന്താണിപ്പോൾ ഇത്ര നിർബന്ധം? അങ്ങനെ നിയമമൊന്നുമില്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സഞ്ചരിച്ചുകൂടെ? പിന്നെ എന്തിനാണ് ഇവരെ പ്രശ്നം ഉണ്ടാക്കിയത്? അതല്ല സാറേ, ഞാൻ അതിന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളെ എടുക്കാൻ പാടില്ല നിയമം ഉണ്ടല്ലോ സാറേ. അത് എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ സാറേ. ഞാൻ എൻ്റെ ഭാര്യേനല്ലേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഒരു യാത്രക്കാരനെ ഞാൻ എടുത്തിട്ടില്ല അവിടുന്ന്. ഞാൻ മുൻകൂട്ടി പറയുകയും ചെയ്ത് എൻ്റെ ഭാര്യനെ ഞാൻ അടുത്ത് പോവാണ്. നിങ്ങൾക്ക് എന്താ പരാതി? ആ ഫോട്ടോ നിങ്ങൾ ഒഴിവാക്കി കൂടെ? ശരി, താങ്കൾ ഭാര്യയാണെന്ന് പറഞ്ഞതിന് ശേഷവും അവർ മർദ്ദിക്കുകയാണ്. അപ്പോൾ മർദ്ദിച്ച ബസ് കുറച്ച് മുന്നോട്ട് പോയിട്ടാണ് മർദ്ദിച്ചത് സാറേ. ശരി, താങ്കൾക്ക് വലിയ തരത്തിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടോ? ചെറുങ്ങനെ ഒരു പിൻതല ചെറുങ്ങനെ ഒരു പരിക്കുണ്ട്, പിന്നെ ബോഡി ഫുള്ള് വേദന ഉണ്ട്. ശരി, അപ്പോൾ പരാതി കൊടുത്തോ? എന്താണ് ഇപ്പോൾ നടപടികളൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്? അത് പോലീസിനെ വിളിക്കാറുണ്ട്. ഞങ്ങളിപ്പോ വീട്ടിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ബസ്സിന്റെ ഡ്രൈവറോ കണ്ടക്ടറോ അല്ലെങ്കിൽ ഉടമസ്ഥരോ ആരെങ്കിലും പിന്നീട് താങ്കളെ ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിൽ? ഇല്ല. ഇപ്പോൾ ഈ വാർത്ത പുറത്ത് വന്നതിന് ശേഷവും വിളിക്കുകയോ അല്ലെങ്കിൽ സമാധാനിപ്പിക്കുകയോ അല്ലെങ്കിൽ കുറ്റമേറ്റുപറയോ ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല, ഒന്നും ചെയ്തില്ല. എന്ത് ഗതികേടാന്ന് ആലോചിച്ചു. സ്വന്തം ഭാര്യനെ ഓട്ടോയിൽ, ഇപ്പൊ സ്വന്തം ഭാര്യ പോട്ടെ, ന്യൂസിൽ പറഞ്ഞ പോലെ ഒരു യാത്രക്കാരന്റെ താല്പര്യമാണോ ബസ് കയറണോ, കാറിൽ കയറണോ, ഓട്ടോ കയറണോ, ബൈക്ക് പോകണോ, നടന്നിട്ട് പോകണോ എന്നുള്ളത് ആ യാത്രക്കാരൻ്റെ യാത്രക്കാരിയുടെ താല്പര്യമല്ലേ. ഇത് ഈ കോലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെ പോലെയുള്ള ബസ് ഡ്രൈവേഴ്സ് നാളെ എന്ത് ചെയ്യും? സ്റ്റോപ്പിൽ നിൽക്കുന്നവരൊക്കെ കയറും ചാക്കൂട്ടിട്ട് വലിച്ചിട്ട് കെട്ടി ബസ് കയറ്റി കൊണ്ടുപോകുമല്ലോ അവനൊക്കെ, ഓൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട്. വെരി സോറി ടു സേ ദിസ്, ഇവിടുത്തെ കുറേ ഇങ്ങനത്തെ ബസ് ഡ്രൈവേഴ്സ് ഉണ്ടല്ലോ, തനി ഗുണ്ടകളാണ്, കൊട്ടേഷൻ ഗുണ്ടകളെ പോലെയാണ് ഇവന്മാർ. ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് ടൂൾസ് ഒക്കെ എടുത്തിറങ്ങി. ഇന്ന് മലപ്പുറത്ത് അതാണ് ഉണ്ടായത്. ഓട്ടോ ഡ്രൈവർ ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്ന് ആളുകളെ കയറ്റി എന്ന് പറഞ്ഞിട്ടാണ് വണ്ടി വിലങ്ങിട്ട്, ബസ് വിലങ്ങിട്ട് റോട്ടിൽ ടൂൾ എടുത്തിട്ട് ആ ചെങ്ങാതിനെ അടിച്ച് പഞ്ചറാക്കി. മരണകാരണം ഹൃദയാഘാതമാണ്, അയാൾ പേടിച്ചാന്നൊക്കെ പറയുന്നതിൽ ഒരു മനുഷ്യനെ പേടിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രായമായ മനുഷ്യനെ ടൂളൊക്കെ എടുത്ത് തല്ലാൻ പോകുന്നുണ്ടെങ്കിൽ ഉളുപ്പും നാളമാനം വേണ്ട ഇവന്മാർക്ക് ഈ ചെയ്ത ചെറ്റത്തരം. പിന്നെന്താ പറയുക, ഇവിടുത്തെ നിയമം വളരെ വലിയ നിയമമായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഇതേപോലുള്ള ബസ് ഡ്രൈവർമാരെ സംരക്ഷിക്കാൻ ഇവിടെ വലിയൊരു മാഫിയുണ്ട്. കാരണം ഇങ്ങനത്തെ ബസ് ഡ്രൈവർ, ഞാൻ ഇവിടെ തുറന്നു പറയുന്നു, ഞാൻ കഴിഞ്ഞ കുറേ കോണ്ടന്റിലും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ ഗുണ്ടായിസം കാണിക്കുന്ന ഗുണ്ടകളായിട്ടുള്ള ബസ് ഡ്രൈവേഴ്സ് ത്രൂ ആണ് ഇവിടെ ലഹരി അടക്കം ഇവിടെ കൈമാറ്റം നടക്കുന്നത്. കാരണം ഇവന്മാരെ പേടിച്ചിട്ട് ആരും ഒന്നും മിണ്ടില്ല. ഇവന്മാർ ഇതിനിടയിൽ കൂടി ലഹരിക്കടത്തും നടത്തും. നടക്കുന്നുണ്ട്. ഇൻഡർസ്റ്റേറ്റ് ബസ്സുകളും ഇതേപോലെ ലൈൻ ബസ്സുകളിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ക്യാരിയേഴ്സ് ആവുന്നത്. അതും ഇങ്ങനത്തെ ഗുണ്ട സെറ്റപ്പിൽ ഓടുന്ന ഡ്രൈവേഴ്സും ക്ലീനേഴ്സും ഉള്ള ബസ്സുകളുണ്ട്. ഇവന്മാർ ഇതിൻ്റെ ക്യാരിയേഴ്സ് ആവുന്നുണ്ട്. ഇവന്മാരെ പേടിക്കണ്ടേ നമ്മൾ? ഒന്ന് ആലോചിച്ചു, കൂട്ടവും കുടുംബവും കുട്ടികളൊക്കെ ആയിട്ടാവും റോട്ടിൽ ഒരാൾ ഓട്ടോയിൽ പോകുന്നതോ അല്ലെങ്കിൽ കാറിൽ പോകുന്നതോ ബൈക്ക് പോകുന്നതോ. ഇവന്മാരെ നെഞ്ഞത്ത് കയറിയുള്ള വരവിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ഒന്നിക്ക് രണ്ടാമത്തേന് വണ്ടി നെഞ്ഞത്തേക്ക് എടുക്കും, തട്ടിച്ചോട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ടൂൾ എടുത്ത് പുറത്തിറങ്ങും. ഇങ്ങനത്തെ പ്രൈവറ്റ് ബസ്സിൻ്റെ ഇമാതിരിയുള്ള തെമ്മാടിത്തരം പോക്കും നാട്ടുകാർ എന്താണ് വളഞ്ഞിട്ട് പിടിച്ച് പൂശി വിടണം ഞങ്ങളെ. എന്ത് ഗതികേടാണ്. ഇപ്പോൾ ഒരു ബ്ലോക്കിൽ നിൽക്കാന്ന് വിചാരിച്ചു, ഞാൻ അനുഭവിക്കുന്ന ഒരാളാണ്. പെരുന്തൽമണ്ണ അങ്ങാടിപ്പുറം ബ്ലോക്കിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും മര്യാദയ്ക്ക് ബ്ലോക്കിൽ ഉണ്ടാവും. മറ്റേ ഡബിൾ ഡാഡി ഡിസോർഡർ ആ സ്വഭാവം കാണിച്ചിട്ട് റൈറ്റ് കൂടി അങ്ങനെ പറന്നു പോകുന്നുണ്ടാവും, ആംബുലൻസ് പോകണ മാതിരി. അവർക്ക് വേറെ ലൈനാ, ഏൻ വഴി തനി വഴി, രജനീകാന്ത് പോലെയാണ് കുമാർ. എന്ത് ചെറ്റത്തരവും എന്ത് മറ്റേ ഡാഡിലെസ് പരിപാടിയും കാണിക്കുക റോട്ടിൽ പോകുമാർക്ക്. ഒരാളും ചോദ്യം ചെയ്യില്ല, ഒരു പോലീസുകാർ വരെ നെഞ്ഞത്ത് കയറില്ല. കാരണം എന്താ, പോലീസുകാർക്ക് അടക്കം ഇതിൻ്റെ ഓണേഴ്സ് കൊണ്ടിട്ട് നല്ല കൊടുക്കുന്നുണ്ടല്ലോ, അവർ വാങ്ങി നക്കിയതും ഉണ്ടാതിരിക്കും. പ്രൈവറ്റ് ബസ്സിൻ്റെ നെഞ്ഞത്തേക്ക് കയറാനൊന്നും ഒരു പോലീസുകാർക്ക് ഇവിടെ എന്തില്ല, ചൊപ്പില്ല. കാറുകാരൻ്റെയും ഓട്ടോക്കാരൻ്റെയൊക്കെ കോളർമ പിടിക്കാനും കുത്തിന് പിടിക്കാനൊക്കെ കുറേ എണ്ണങ്ങളുണ്ട്. അതങ്ങനെ കുറേ ടീം. ഇതിപ്പോൾ ഈ ഒരു വിഷ്വൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ അവിടെ പ്ലേ ചെയ്യാൻ തന്നെ കാരണം മലപ്പുറത്ത് ബസ് ജീവനക്കാർ മർദ്ദിച്ച് മരിച്ചു എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷ ഡ്രൈവറിൻ്റെ ദൃശ്യങ്ങൾ ഇത് എന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്. ഇതല്ല, ഓക്കെ.
അത് ഞാൻ നേരത്തെ പ്ലേ ചെയ്യിച്ച ആ ഒരു വിഷ്വലാണ്, മലപ്പുറത്ത് നിന്നുള്ള വിഷ്വൽ. ഇനി കുറച്ച് നാട്ടുകാരനെ ഇത് സഹിക്കാൻ പറ്റുന്നില്ലേ, നാട്ടുകാർ പറയുന്നത് കേട്ടോ നിങ്ങൾ. മനസ്സിലാവുന്നത് സാധാരണ യാത്രക്കാർ കൈ കാട്ടി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാർ നിർത്തും, പൊതുവെ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ അവൻ നിർത്തി, അത് അവിടുന്ന് യാത്രക്കാരെടുത്ത്, പക്ഷേ ബസ് ഓവർടേക്ക് ചെയ്ത് കണ്ടക്ടറും പിന്നെ ഡ്രൈവറൊക്കെ ഇറങ്ങി ഞാൻ മർദ്ദിച്ച് ജാക്കി ലിവർ കൊണ്ടൊക്കെ അടിച്ചിട്ടുണ്ടെന്നാണ് കണ്ടവർ പറഞ്ഞത്. ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം. സാരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാവുന്നത് അല്ലേ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയ പാടന്നെ ആള് പിന്നെ കുഴഞ്ഞു വീണ്, അപ്പം പിന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ആവർത്തനം ഇത് ഇന്നലെ അവിടെ താനൂർ വെച്ചിട്ടുണ്ടായി എന്ന് പറഞ്ഞു, ഇത് ഇന്ന് ഇവിടെ വെച്ചു. എല്ലാവരും ഓരോ പിന്നെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ്. ഓട്ടോറിക്ഷയിൽ ആകെ 1-2 പേരാണ് കയറുക. ആ ഇവർ ബസ്സുകാർ കണ്ടു കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ട് ഇവരെ അടിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു സ്ഥിരം ആവർത്തനമായിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും സർക്കാർ ഇത് വേണ്ട രീതിയിൽ ഇടപെടണം എന്നുള്ള പറയാനുള്ളത്. സർക്കാരോ പോലീസോ ഒന്നും ആരും ഇടപെടാനൊന്നും പോകുന്നില്ല. ഇന്നൊക്കെ ഒതുക്കുങ്ങനെ നടന്ന പോലെ ബസ് തടഞ്ഞു വെച്ച് നാട്ടുകാരും ബാക്കി ഓട്ടോറിക്ഷക്കാരും കൂടി യുറ്റങ്ങളെ പഞ്ഞിക്കിടാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ സ്വഭാവം മര്യാദയ്ക്കാവും. ഇവിടുത്തെ നാട്ടുകാരും ബാക്കിയുള്ളവരൊന്നും ഇതിൽ പ്രതികരിക്കാനില്ല. നമുക്കൊക്കെ എന്താ പറയുക, ഒരു പേടി മനസ്സിനകത്ത് എന്താ ഉള്ളത്. നമ്മൾ കൂട്ടവും കുടുംബമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം നമ്മളും ടാക്സ് അടച്ച് നമ്മൾ കാശും മുടക്കി വണ്ടിയും കൊണ്ട് റോട്ടിൽ പുറത്തിറങ്ങുമ്പോൾ ഈ എരപ്പൊക്കെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഓൻ്റെ ബസ് കൊടുത്ത് ചാരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ വണ്ടിക്കാണ് ലക്ഷക്കണക്കിന് ഉറുപ്പ്യേൻ്റെ പണി വരാൻ പോണത്. പോലീസ് സ്റ്റേഷനിൽ ഒരു വണ്ടിയും കാറും ബസ്സും കൂടി തട്ടിയിട്ടാണ് കൊണ്ടു ചെന്ന് നോക്ക് നിങ്ങൾ. പോലീസുകാർ പറയും ആദ്യം ഓൻ്റെ റൂട്ട് ഓടിക്കോട്ടെ, ഓൻ റൂട്ട് പോയിട്ട് വണ്ടി വൈകുന്നേരം കൊണ്ട് ഈ ഇവിടെ നിന്നിട്ട് കേസാണ് ഈ കൊടുത്തിട്ട് പോയിക്കോട്ടെ, വണ്ടി അവിടെ ഇട്ട് വരേണ്ട അവസ്ഥ നമുക്കുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ ഇൻഷുറൻസ് നമ്മൾ സ്വയം ക്ലെയിം ചെയ്യേണ്ടി വരും. ഓൻ്റെ തെമ്മാടിത്തനം കൊണ്ട് ഓൻ കൊണ്ടു കുത്തിച്ചേന്. ഇനി അധികം അങ്ങോട്ട് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള പരിപാടിയാണ്, 5000 പറിച്ചിൽ തുടങ്ങും. 2 അറ്റം കൂട്ടി മുട്ടിക്കണം, അരിപ്രശ്നമാണ്, സമയപ്രശ്നമാണ്, 2000 തരാം, 1000 തരാം. ഏത് പണി 1,50,000 50,000 പണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് പറയാൻ പോണത് അപ്പം 1000 2000. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗുണ്ടായസത്തിൻ്റെ ലെവൽ. ഇന്ന് ഇജ്ജ് കണ്ണോർത്ത് കൂട്ടിക്കോ, വേണമെങ്കിൽ മേടിച്ചോ. റോഡ് വിറ്റെങ്കിൽ തീരെ ഇത് കൊടുത്താണ് കുറേ എണ്ണത്തിന്. ഞാൻ പറഞ്ഞ മര്യാദയ്ക്ക് പോകുന്ന നല്ലവരായിട്ടുള്ള ഡ്രൈവേഴ്സ് ഉണ്ട്, നല്ല നല്ല സർവീസുകൾ ബസ്സുണ്ട്. പക്ഷെ മെജോറിറ്റി എണ്ണവും നാട്ടുകാരെ നെഞ്ചത്ത് കയറി ഈ ഗുണ്ടായിസം കാണിച്ചിട്ടാണ് റോട്ടിൽ കൂടി ബസ്സും കൊണ്ട് പോകുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ റോഡില്ല, തോടിൻ്റെ അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും. പല സ്ഥലത്ത് പണി നടക്കുന്നത് രക്ഷപ്പെടും, നന്നാവും എന്ന് വിചാരിക്കാം. പക്ഷെ അതിനിടയിൽ ഇവന്മാർ ഈ മരണപ്പാച്ചിലല്ലേ നടന്നുകൊണ്ടിരിക്കണേ. എന്താണെങ്കിലും ഗതികെട്ട നാടടെ. ഒരു സ്ഥലത്ത് ന്യൂ ജനറേഷൻ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഇതേപോലെ ന്യൂജൻ തന്തവൈബുള്ളവർ വേറെ പരിപാടികൾ. എന്തൊക്കെ കാണും കേൾക്കും വേണം ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ ആലോചിച്ച് നോക്കുന്നത്.